അല്ലല്ല, അത് SNDPക്കാർ എങ്ങനെ കാണുന്നു, അവരുടെ വിശ്വാസം എങ്ങനെയാണെന്നുള്ളതിന് അവരെങ്ങനെയാണ് കാണുന്ന ദൈവം ശരിയാണോ എന്നുള്ളതല്ല ഞാനിവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾക്കെല്ലാം ഗുരുവെന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്, അതിലേക്ക് ആരെങ്കിലും പോയോ? അതുപോലെ തന്നെ ക്ഷേത്രം അല്ല, അത് ഗുരുക്ഷേത്രമല്ല, ഗുരുതമന്ദിരം ഗുരുക്ഷേത്രമല്ല, പിന്നെ ക്ഷേത്രമല്ല എന്ന് പറയേണ്ടതിന് പകരം അവിടെ ദൈവമാണോ ഇല്ലയോ, ഗുരുദേവനും ദൈവമാണോ ഇല്ലയോ എന്ന് പോകേണ്ട കാര്യമില്ല. അത് ക്ഷേത്രാധാരപ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണോ, അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണോ എന്നുള്ളത് പോകേണ്ട കാര്യമുള്ളായിരുന്നു കോടതിക്കും. അവിടെ ഗുരു ദൈവമാണോ എന്നുള്ള വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. ആ കേസിൻ്റെ തീർപ്പിന് ആവശ്യമുള്ളതിൽ കവിഞ്ഞ് ഗുരു ദൈവമാണോ എന്ന് പോകേണ്ട കാര്യമില്ല. ആ മന്ദിരം, ആ കെട്ടിടം ക്ഷേത്രമാണോ ഇല്ലയോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയായിരുന്നു. ആത്മീയതയാണ് നമ്മൾ ആത്മീയെന്ന് അവനവൻ്റെ ഉണ്മ മനസ്സിലാക്കുകയാണ്. അത് ജ്ഞാനമാർഗത്തിലൂടെ ആകാം, ഭക്തിമാർഗത്തിലൂടെ ആകാം ഒക്കെ. അപ്പോൾ ഭക്തിമാർഗത്തിലൂടെ ഉള്ളതിന് മാത്രമാണ് ഈ ആരാധനകളും ഈ അമ്പലങ്ങളും പ്രതിഷ്ഠകളുമൊക്കെ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. വാദം വ്യക്തമാണ്, അതിനുള്ള മറുപടിയിലേക്ക് അഡ്വക്കേറ്റ് CK വിദ്യാസാഗറിലേക്ക് പോകാം, ഒപ്പം പ്രൊഫസർ MK സാനുവിലേക്കും. അതിനു മുൻപ് ശ്രീ ആനത്തലവട്ടമാനന്ദനിലേക്ക്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, താല്പര്യങ്ങളുടെ ദൈവമായി വീണ്ടും വീണ്ടും വ്യാഖ്യാനിച്ചുറപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് പറയാൻ കഴിയുക. കാരണം അതിനുശേഷം അദ്ദേഹത്തിന് ദൈവം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ അത് ചുരുങ്ങിപ്പോയി എന്നും അത് താല്പര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി എന്നും നേരത്തെ താങ്കൾ ഉദാഹരണ സഹിതം വ്യാഖ്യാനിച്ചതുപോലെ തന്നെ പറയേണ്ടി വരും. അവിടെ നിന്നിട്ടാണ് ഈ രോഗശാന്തി ശുശ്രൂഷയിലേക്കൊക്കെ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത്. അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള, സാമുദായികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നീക്കമായി കണ്ടാൽ മതിയോ, അതോ സമൂഹത്തിൽ അത് ഏതു തരത്തിൽ ബാധിക്കും എന്നുകൂടി പരിശോധിക്കണോ? ഈ മാനവരാശിക്ക്, മനുഷ്യ സമൂഹത്തിന് ദൈവങ്ങളുടെ ഒരു ദാരിദ്ര്യമില്ല. 33 കോടി ദൈവങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ എൻ്റെ സ്നേഹിതൻ ശ്രീ വിദ്യാസാഗർ സൂചിപ്പിച്ച പോലെ ഗുരുദേവനെയും ഒരു ദൈവമാക്കി പണ്ട് കാലത്ത് ഈ ക്ഷേത്രങ്ങളിൽ മാടനും മറുതയും മാടമ്പിയും ചുടലമാടനും ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ് പട്ടികജാതിക്കാരുടെയും അധകൃതരുടെയും താഴ്ന്ന ജാതിക്കാരുടെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഓരോ മൂലയിലും കൊണ്ട് വെച്ചിരുന്നത് പോലെ ഇവിടെ ഈ എൻ്റെ സ്നേഹിതൻ രാജൻ ബാബുവിനും കുറേ ആളുകൾക്കും ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവച്ച് ദൈവമാക്കി അപമാനിക്കണമെന്നാണോ? ദൈവത്തിന് വലുതല്ല. സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കിട്ടുന്ന മഹിമ ഉണ്ടോ? അതിന് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ എണ്ണം അത്ര കൂടുതലാണ്. പിന്നെ ഈ ബ്രാഹ്മണ്യത്തിൻ്റെയും വേദത്തിൻ്റെയും മനുസ്മൃതിയുടെയും ഋഗ്വേദത്തിൻ്റെയും ഒക്കെ കഥ പറയുകയാണ് എൻ്റെ സ്നേഹിതൻ രാജൻ ബാബു. ഇതൊക്കെ ബ്രാഹ്മണ്യത്തിൻ്റെ സൃഷ്ടിയല്ലേ? ഇവിടെ നേരത്തെ വയലാർ രാമവർമ്മയുടെ ഒരു കവിത പ്രസിദ്ധമായ, എന്നും ലോകമുള്ള കാലം വരെ പ്രസക്തമായ ഒരു കവിതയാണല്ലോ. മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, അവരെല്ലാവരും കൂടി ചേർന്ന് മണ്ണ് പങ്കുവച്ചു. എത്ര പ്രസിദ്ധമായ ഒരു ഗാനമാണത്. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യനല്ലേ മതങ്ങളെ സൃഷ്ടിച്ചത്, മതങ്ങളല്ലേ ദൈവങ്ങളെ സൃഷ്ടിച്ചത്. ആ ദൈവങ്ങളെല്ലാം കൂടി ചേർന്നുള്ള സ്വത്ത് മുഴുവൻ പങ്കുവെച്ച് വീതിച്ച് വച്ചിരിക്കുകയല്ലേ, മനുഷ്യനെ നിഷേധിക്കുകയല്ലേ, പാവപ്പെട്ട മനുഷ്യന്. അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ദൈവ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക, കാശുണ്ടാക്കുക, ആ പണിയല്ലേ. വല്ല ദാരിദ്ര്യമുണ്ടോ ദൈവത്തിനിവിടെ? അതേസമയം ഗുരുദേവനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ബ്രാഹ്മണ്യത്തിനും ആ സവർണ മേധാവിത്വത്തിനും എതിരായി പോരാടി ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെയും കൊണ്ടുപോയി ആ മറ്റവരുടെ പട്ടികയിൽ പെടുത്തുന്നതാണോ ഗുരുധർമ്മം? ഗുരുദേവനെ സ്മരിക്കുന്നതിന് നൽകുന്ന സംഭാവന ഇവിടെ അക്കാര്യത്തിൽ ശ്രീ വിദ്യാസാഗർ സൂചിപ്പിച്ച പോലെ അതൊരു അപമാനിക്കലാണ്. ഇന്ത്യയുടെ മാത്രം ഗുരുവല്ല, ലോക ഗുരുവായി ഈ കാലഘട്ടം നൂറ്റാണ്ട് ഗുരുദേവൻ്റെ സന്ദേശങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം മാനവരാശി കാണുന്നുണ്ട്. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന സ്ഥാനം ഇന്ന് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിച്ച് തലകീറുകയാണ്. അവിടെയാണ് നീ മനുഷ്യൻ ഒരുമിച്ച് നിൽക്കണം, ജാതിയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കരുത്, കലഹിക്കരുത് എന്ന് പറയുന്ന ഗുരുദേവനെ ഇതേപോലെ ഒരു ക്ഷേത്രമുണ്ടാക്കി ഒരു ഈഴവരുടെ ദൈവമാക്കിയോ ഹിന്ദുവിൻ്റെ ദൈവമായി മാറാരും അംഗീകരിക്കില്ല. ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഈ പിന്നോക്ക ജാതിക്കാരൻ്റെ ചുടലമാടനെയും
അതുപോലെ തന്നെ മറ്റും മർദ്ദയും മാടനെയും ഒക്കെ ഉണ്ടാക്കി പുരസ്കരിച്ച് ഒരു മൂലയിലിരുത്തിയ താഴ്ന്ന ജാതിക്കാരുടെ കൂട്ടത്തിൽ ഇതേപോലെ കൊണ്ടിരുത്താനാണോ ഉദ്ദേശം? അതല്ലേ ഇപ്പൊ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോടതി വിധിക്ക് ഈ കാലഘട്ടത്തിൽ അതീവ പ്രസക്തി ഉണ്ടെന്നാണ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, നേരത്തെ ശ്രീ രാജൻ ബാബു ഉന്നയിച്ച ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. രാജൻ ബാബു പ്രയോഗിച്ച പദപ്രയോഗങ്ങളൊന്നും ഇതുപോലൊരു ചർച്ചയിൽ ഉന്നയിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല, എൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം രാജൻ ബാബുവിൻ്റെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഞാൻ SNDP യോഗത്തിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് ചെറുപ്പക്കാരനായിട്ട് കടന്നു വരുന്ന 1980 കാലത്ത് 50 കാലം മുതലുള്ള മുഴുവൻ നേതാക്കൾ, അതായത് പ്രൊഫസർ PS വേലായുധൻ, പ്രൊഫസർ പ്രതാപ് സിംഗ് സാറ്, പിന്നീട് വന്ന രാഘവൻ വക്കീൽ, വിശ്വനാഥൻ വക്കീൽ, ഗോപിനാഥൻ വക്കീൽ, ഇങ്ങനെ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ 1980 മുതലുള്ള SNDP യോഗത്തിൻ്റെ നേതാക്കളുടെ എല്ലാം കൂട്ടത്തിൽ യോഗം കൗൺസിലായിട്ടും ബോർഡിലായിട്ടും യൂണിയൻ തല ഭാരവാഹിയായിട്ടും ഒക്കെ എനിക്ക് നല്ലപോലെ സമ്പർക്കപ്പെടാനുള്ള അവസരവും ഒരു ഉണ്ടായിട്ടുള്ള ആളാണ്. പക്ഷേ ആ നേതാക്കളുടെയൊക്കെ ചുറ്റുവട്ടത്ത് നിന്നാണ് ഗുരുദേവ ദർശനങ്ങളെ പറ്റിയും ഗുരുദേവങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ കുറേ കൂടി ആഴത്തിൽ ഞാൻ സംശീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ നേതാക്കന്മാരാരും അവരിൽ പലരും എനിക്ക് ഈ ഇതിൽ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ധാരാളമായ അറിവുകൾ പകർന്നു എടുക്കാൻ അവസരം തന്നിട്ടുള്ളവരാണ്. ഇവരാരും ശ്രീനാരായണ ഗുരുവിനെ ദൈവമായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം, ആ രീതിയിലാണ് പോകേണ്ടത് എന്ന് പറയുകയോ അതിന് പ്രേരിപ്പിക്കുകയോ അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും SNDP യോഗത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ധാരാളം പേരും ഗുരുവിനെ ദൈവീകത്വത്തിൻ്റെ അംശം കൂടുതൽ കൽപ്പിച്ച് ദൈവമായിട്ട് വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരെ ആരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. വീണ്ടും ചർച്ചയിലേക്ക്. പ്രൊഫസർ MK സാനു, ഈ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണുന്നവർ ദൈവമായി കണ്ടോട്ടെ, അങ്ങനെ തന്നെ കരുതാം. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു എന്താണ് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ മുഴുവൻ അവകാശവും ഞങ്ങൾക്കാണ് എന്ന മട്ടിൽ ഒരു ദൈവമായി അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ ഒരു നേതാവായല്ല ഒരു ദൈവമായി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കുമ്പോൾ ആ നിലയ്ക്ക് സമൂഹം വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായും ഇതിലേക്കെല്ലാം വരുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഈ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിറഞ്ഞു നിന്നിരുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. കാരണം ദൈവമാണ് എന്നുള്ള ആ ഒരു നിലപാടിൻ്റെ ആവർത്തനം പലപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ ഈ ചർച്ചകളിലെല്ലാം കണ്ടതാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ദളിത് സംഘടനകളൊക്കെ അവരുടെ വിഷയാവതരണത്തിൽ, പ്രത്യേകിച്ച് യൂന സംഭവമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ അവതരിപ്പിക്കുന്നത് ഒരു നേതാവ് എന്ന നിലയ്ക്കാണ്, ഞങ്ങൾക്ക് വഴികാട്ടിയായി നിന്ന നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയ്ക്ക് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കാണുന്ന ഒരു വലിയ സമൂഹമുള്ളപ്പോൾ ഒരു വിട്ടുകൊടുക്കലിൻ്റെ ആവശ്യമുണ്ടോ? ഈ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് അപകടകരമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ രചനാത്മകമായ വശം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീനാരായണ ഗുരു 1888 ശ്രീ വിദ്യാസാഗർ അത് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറഞ്ഞത് അരിപ്പുറമല്ല, കേരളമല്ല, ഇന്ത്യയല്ല, ലോകമാണ്. ആ ഒരു വിശാല സങ്കല്പത്തോടുകൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ആ പറഞ്ഞതിലേക്ക് ലോകം നീങ്ങുന്നതിന് വേണ്ടിയാണ് 1928 സമാധി അടയുന്നതുവരെ അദ്ദേഹം പ്രവർത്തിച്ചതും അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചതും. അന്ന് അദ്ദേഹം വെട്ടിത്തെളിച്ച ആ ഒരു രാജവീഥി അദ്ദേഹത്തിൻ്റെ വിഗ്രഹങ്ങൾ വെച്ച് നമ്മൾ അടച്ചു കളയരുത് എന്നതാണ് ഒരു സമാപന വാക്യം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇന്ന് സംഭവിക്കുന്നത് അതാണ്. അദ്ദേഹം ഭാവിയെ സംബന്ധിക്കുന്ന ഒരു ദർശനം നമുക്ക് അവതരിപ്പിച്ചു, അതിനുവേണ്ടി അദ്ദേഹം ജീവിച്ചു, അതിനുവേണ്ടി അദ്ദേഹം സർവ്വം സമർപ്പിച്ചു. ആ ദർശനത്തിൽ നീങ്ങുന്നതിന് അദ്ദേഹം ഒരു വലിയ വിശാലമായ വീഥി സൃഷ്ടിക്കുകയും ചെയ്തു. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ വെച്ച് അത് തടയുകയും ആ പിന്നോട്ട് ഉള്ള ഒരു സങ്കുചിത മാർഗത്തിലേക്ക് അതിനെ തിരിക്കുകയുമാണ് ഈ ആധുനിക ദൈവവിശ്വാസം എന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമായി കാണാവുന്നതാണ്.
തീർച്ചയായും പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആ വാക്കുകളിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് പ്രൊഫസർ എം കെ സാനു, അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, ശ്രീ ആനത്തലോട്ടമാനന്ദൻ, അഡ്വക്കേറ്റ് എ എൻ രാജൻ ബാബു.